വിവാഹ ശുശ്രൂഷകളാദിയോടൊന്നും തിരുസാന്നിധ്യം അനുഭവിക്കാൻ ഞങ്ങളെ സഹായിക്കണം. ഇരു കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷയ്ക്ക് കാർമ്മികത്വം വഹിക്കുന്ന അഭിനന്ദ തിരുമേനിയെ ഓർക്കും. അവിടുന്ന് തന്നെ ഞങ്ങളെ അനുഗ്രഹിച്ചാട്ടെ. മശിയ മൂലം കൃപയോടെ കേൾക്കണമേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ ശുശ്രൂഷയിൽ ആദിയോടൊന്നും ഭയഭക്തിയോടെ പങ്കുചേരണം എന്ന് ഓർപ്പിക്കുന്നു. ആദ്യത്തെ പാട്ട് ഇന്നയോളം തുണച്ചോനെ 209 കീർത്തനം ഗായിക സംഘത്തോട് ചേർന്ന് നമുക്ക് പാടാം. Yeah.
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിരന്തരങ്ങളെ തുറക്കേണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. തൃത്വത്തിന് സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമി നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ സകല പ്രവൃത്തികളും അങ്ങിൽ ആരംഭിച്ച് നടത്തി അവസാനിപ്പിച്ച് അവിടുത്തെ പരിശുദ്ധ നാമത്തെ മഹത്വപ്പെടുത്തുവാനും ഒടുക്കം അവിടുത്തെ കരുണ കൊണ്ട് നിത്യജീവൻ ലഭിക്കുവാനും ഞങ്ങൾ ചെയ്യുന്നതിലൊക്കെ അവിടുത്തെ മഹാൻപുള്ള കൃപ കൊണ്ട് ഞങ്ങളെ മുമ്പിടുകയും ഇടപെടാതെ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമീൻ. പ്രിയമുള്ളവരെ, ബെൻ ചെറിയാൻ ജേക്കബിനെയും ലിലിയ പൊന്നു ഷാജിയെയും വിശുദ്ധ വിവാഹത്തിൽ ഒന്നിച്ചു ചേർപ്പാനായി നാം ദൈവസന്നിധിയിലും ഈ സഭായോഗത്തിന് മുമ്പാകെയും കൂടിയിരിക്കുന്നു. വിവാഹമാനമുള്ള അവസ്ഥയും ദൈവത്താൽ നിയമിക്കപ്പെട്ടതും മശിയായും അവൻ്റെ സഭയും തമ്മിലുള്ള ആത്മീയ ഐക്യം നമുക്ക് വെളിപ്പെടുത്തുന്നതുമാകും. ഈ വിശുദ്ധ അവസ്ഥയെ മശിയ ഗലീലയിലെ ഖാനാവിൽ തൻ്റെ സാന്നിധ്യത്താലും ഒന്നാമത് ഏത് അതിശയത്താലും അലങ്കരിച്ച് ഭംഗി വരുത്തി. ഇത് സകല മനുഷ്യർക്കും മാനമുള്ളതാകുന്നു എന്ന് വിശുദ്ധ തിരുവെഴുത്ത് ഘോഷിക്കുന്നു. അതിനാൽ അവിവേകമായോ നിസ്സാരമായോ ജഡാഭിലാഷമായോ ആരും വിശുദ്ധ വിവാഹത്തിൽ പ്രവേശിക്കുന്നു. എന്നാൽ ഏത് ഉദ്ദേശങ്ങൾക്കായി അത് നിയമിക്കപ്പെട്ടു എന്ന് വേണ്ടും പ്രകാരം ചിന്തിച്ച് വണക്കത്തോടും വിവേകത്തോടും സതുദ്ദേശത്തോടും ദൈവഭക്തിയോടും കൂടെ വിശുദ്ധ വിവാഹത്തിൽ ഏർപ്പെടേണ്ടതാകും. ഒന്നാമത്, ദൈവഹിതപ്രകാരം മനുഷ്യവർഗം വർദ്ധിക്കേണ്ടതിനും കർത്താവിനെക്കുറിച്ചുള്ള ഭയത്തിലും ബാലശിക്ഷയിലും അവൻ്റെ പരിശുദ്ധനാമത്തിൻ്റെ പുകഴ്ചയ്ക്കായും പൈതങ്ങൾ വളർത്തപ്പെടേണ്ടതിനും. രണ്ടാമത്, ദൈവത്താൽ നൽകപ്പെട്ടതും ക്രിസ്തുവിൽ വീണ്ടെടുക്കപ്പെട്ടതുമായ പ്രകൃതിയാലുള്ള ആഗ്രഹങ്ങളും വികാരങ്ങളും പരിശുദ്ധമായ നേർപാതയിൽ നടത്തപ്പെടേണ്ടതിനും. ഈ വിശുദ്ധാവസ്ഥയിലേക്ക് ദൈവത്താൽ വിളിക്കപ്പെടുന്നവർ ജീവിത നിർമ്മലതയോടെ ആയതിൽ നിലനിൽക്കേണ്ടതിനും. മൂന്നാമത്, ഐശ്വര്യത്തിലും അനർത്ഥത്തിലും തമ്മിൽ ഉണ്ടാകേണ്ട കൂട്ടായ്മയ്ക്കും ആശ്വാസത്തിനും സഹായത്തിനുമായി വിവാഹം നിയമിക്കപ്പെട്ടു. ഈ വിശുദ്ധാവസ്ഥയിലേക്ക് ചേർക്കപ്പെടുവാനായി
ഇവർ ഇപ്പോൾ ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നു. അതിനാൽ ഇവ ന്യായമായി തമ്മിൽ യോജിപ്പിക്കപ്പെട്ട് കൂടാ എന്നുള്ളതിന് തക്ക കാരണം കാണിപ്പാൻ ആർക്കെങ്കിലും കഴിയുന്നതായാൽ അതിപ്പോൾ പറയണം, അല്ലെങ്കിൽ ഇനിമേൽ ഒരിക്കലും പറയാതെ ഇരിക്കണം. ബെൻ, ലിലിയൻ, നിങ്ങൾ വിവാഹത്തിൽ ന്യായമായി ഒന്നിച്ച് ചേർന്ന് കൂടാത്ത ഏതെങ്കിലും വിരോധമുണ്ടെന്ന് നിങ്ങൾ ഇരുവരിൽ ആരെങ്കിലും അറിയുന്നുവെങ്കിൽ സകല ഹൃദയങ്ങളെയും രഹസ്യങ്ങൾ അറിയുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങളായിരിക്കേണ്ട ഇപ്പോൾ അത് അറിയിച്ചു കൊള്ളണം. അത് ഞാൻ നിങ്ങളോട് ഇരുവരോടും നിഷ്കർഷയായി ആവശ്യപ്പെടും. എന്നാൽ ദൈവഹിതപ്രകാരമല്ലാതെ യോജിപ്പിക്കപ്പെടുന്നവർ ദൈവത്താൽ കൂട്ടിച്ചേർക്കപ്പെട്ടവരല്ല എന്നും അവരുടെ വിവാഹ ന്യായമുള്ളതല്ല എന്നും നിശ്ചയമായി അറിഞ്ഞ് കൊള്ളുവിൻ. ബെൻ, വിവാഹത്തിൻ്റെ വിശുദ്ധ അവസ്ഥയിൽ ദൈവത്തിൻ്റെ നിയമപ്രകാരം ഒന്നിച്ച് ജീവിക്കുവാനായി നീ ലിലിയെ നിന്റെ ഭാര്യയായി കൈക്കൊള്ളുമോ? നീ ഇവളെ സ്നേഹിച്ച് ആശ്വസിപ്പിച്ച് മാനിച്ച് രോഗത്തിലും സുഖത്തിലും സംരക്ഷിക്കുകയും നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴൊക്കെയും ഇവളോട് മാത്രം ചേർന്നിരിക്കുകയും ചെയ്യുമോ? ഞാൻ ചെയ്യും. ലിലിയ, വിവാഹത്തിൻ്റെ വിശുദ്ധ അവസ്ഥയിൽ ദൈവത്തിൻ്റെ നിയമപ്രകാരം ഒന്നിച്ച് ജീവിക്കുവാനായി നീ ബെന്നിനെ നിന്റെ ഭർത്താവായി കൈക്കൊള്ളുമോ? നീ ഇവനെ സ്നേഹിച്ച് ആശ്വസിപ്പിച്ച് മാനിച്ച് രോഗത്തിലും സുഖത്തിലും സംരക്ഷിക്കുകയും നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴൊക്കെ ഇവനോട് മാത്രം ചേർന്നിരിക്കുകയും ചെയ്യുമോ? ഞാൻ ചെയ്യും. ഈ പുരുഷന് വിവാഹം ചെയ്യുവാൻ ഈ സ്ത്രീയെ നൽകുന്നത് ആര്? ബെൻ ആകുന്ന ഞാൻ, പെണ്ണാകുന്ന ഞാൻ, ലിലിയ ആകുന്ന നിങ്ങളെ, ലില്യ ആകുന്ന നിങ്ങളെ ഇന്നു മുതൽ ഇനിമേലാൽ ഇന്നു മുതൽ ഇനിമേലാൽ ഐശ്വര്യത്തിലും അനർത്ഥത്തിലും ഐശ്വര്യത്തിലും അനർത്ഥത്തിലും സമ്പത്തിലും ദരിദ്രതയിലും സമ്പത്തിലും ദരിദ്രതയിലും ദീനത്തിലും സുഖത്തിലും ദീനത്തിലും സുഖത്തിലും മരണം നമ്മെ വേർപിരിക്കുന്നതുവരെ മരണം നമ്മളെ വേർപെടുത്തുന്നവരെ ദൈവത്തിൻ്റെ വിശുദ്ധ നിയമപ്രകാരം സ്നേഹിക്കുവാനും രക്ഷിക്കുവാനും എൻ്റെ ഭാര്യയായി ഏറ്റുകൊള്ളുന്നു. അതിനായി ഞാൻ നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യുന്നു. ലിലിയ ആകുന്ന ഞാൻ, ബെൻ ആകുന്ന നിങ്ങളെ ഇന്നു മുതൽ ഇനിമേലാൽ ഐശ്വര്യത്തിലും അനർത്ഥത്തിലും സമ്പത്തിലും ദരിദ്രതയിലും ദീനത്തിലും സുഖത്തിലും മരണം നമ്മെ വേർപിരിക്കുന്നതുവരെ ദൈവത്തിന്റെ വിശുദ്ധ നിയമപ്രകാരം സ്നേഹിക്കുവാനും രക്ഷിക്കുവാനും അനുസരിക്കുവാനും എൻ്റെ ഭർത്താവായി ഏറ്റുകൊള്ളുന്നു. അതിനായി ഞാൻ നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യുന്നു. ദൈവം നിങ്ങളുടെ പ്രതിജ്ഞകൾ കേട്ടിരിക്കുന്നു. ഞങ്ങൾ അതിന് സാക്ഷികളും ആകും. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, നിന്റെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ ശുദ്ധീകരിക്കുന്ന ഈ മോതിരങ്ങളെയും മിന്നിനെയും മന്ത്രകൂടിയെയും വാഴ്ത്തണമേ. ഇവ കൊടുക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന നിന്റെ മക്കൾ ദിവ്യ സമാധാനത്തിലും അന്യോന്യം വിശ്വസ്തയിൽ എന്നും വസിക്കേണ്ടതിനും തിരുകൃപയിൽ വളരേണ്ടതിനും അറ്റുപോകാത്ത നിന്റെ സ്നേഹത്തിൽ ജീവിക്കേണ്ടതിനും ഞങ്ങളുടെ കർത്താവായ യേശു മശിഹാ മൂലം കൃപ അരുളണമേ. ആമേൻ. നിത്യമായ വിശ്വസ്തയുടെയും അറ്റുപോകാത്ത സ്നേഹത്തിന്റെയും ഉടമ്പടിയുടെ അടയാളമായ ഈ മോതിരം കൊണ്ട് ഞാൻ നിങ്ങളെ വിവാഹം ചെയ്യുന്നു. എൻ്റെ ശരീരം കൊണ്ട് ഞാൻ നിങ്ങളെ മാനിക്കുന്നു. എൻ്റെ ഇഹലോക സമ്പത്തുകളെല്ലാം ഞാൻ നിങ്ങൾക്ക് അവകാശമാക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ആമേൻ.
നിത്യമായ വിശ്വസ്തതയുടെയും അറ്റുപോകാത്ത സ്നേഹത്തിന്റെയും ഉടമ്പടിയുടെ അടയാളമായ ഈ മോതിരം കൊണ്ട് ഞാൻ നിങ്ങളെ വിവാഹം ചെയ്യുന്നു. എന്റെ ശരീരം കൊണ്ട് ഞാൻ നിങ്ങളെ മാനിക്കുന്നു. എന്റെ ഇഹലോക സമ്പത്തുകളെല്ലാം ഞാൻ നിങ്ങൾക്ക് അവകാശമാക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ. അടുത്ത പാട്ട് പാടുന്ന അവസരത്തിൽ മിന്നു കെട്ടുന്നതും മന്ത്രകോടി ധരിപ്പിക്കുന്നതുമാണ്. ഈ സർവീസ് ഓർഡറിൽ 7-ാം പുറത്തുള്ള ആദ്യ വിവാഹ നാളിൽ എന്നുള്ള കീർത്തനം ഗായക സംഘത്തോട് ചേർന്ന് നമുക്ക് പാടാവുന്നതാണ്. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നമുക്കെല്ലാവർക്കും തലകളെ വണക്കി പ്രാർത്ഥിക്കാം. സകല മനുഷ്യരെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനും എല്ലാ ആത്മീയ കൃപകളും നൽകുന്നവനും നിത്യജീവന്റെ ദാതാവുമായ നിത്യദൈവമേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന ബെന്നിൻ്റെയും ലിലിയുടെയും മേൽ നിന്റെ നൽവരങ്ങൾ ചൊരിയണമേ. ഇസഹാക്ക് റിബെക്കയും തമ്മിൽ വിശ്വസ്തയോടെ ഒരുമിച്ച് വസിച്ചിരുന്നത് പോലെ മോതിരങ്ങൾ അടയാളമായിട്ടും സാക്ഷ്യമായിട്ടും നൽകുകയും സ്വീകരിക്കുകയും ചെയ്ത പ്രകാരം ഇവർ അന്യോന്യം ചെയ്ത പ്രതിജ്ഞ ഉടമ്പടി നിശ്ചയമായി പ്രമാണിച്ച് നിവൃത്തിയാക്കി പൂർണ്ണ സ്നേഹത്തോടും സമാധാനത്തോടും കൂടെ എപ്പോഴും ഒരുമിച്ച് പാർത്ത് നിന്റെ കൽപ്പനകളിൻ പ്രകാരം ജീവിക്കുവാൻ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. കോട്ടയം CSI ഹോളി ട്രിനിറ്റി കത്തീഡ്രൽ ചില്ലക്കാട്ട് വീട്ടിൽ ശ്രീ ജേക്കബ് ചെറിയാൻ്റെയും ശ്രീമതി ബിനി ജേക്കബിൻ്റെയും മകൻ ബെൻ ചെറിയാൻ ജേക്കബും മുണ്ടിയപ്പള്ളി സെൻറ്റ് സ്റ്റീഫൻ CSI ചർച്ചിൽ മുല്ലപ്പള്ളിൽ വീട്ടിൽ ശ്രീ ഷാജി ജോർജിൻ്റെയും ശ്രീമതി ഷേബ ഏലിയാമ്മ ജോർജിൻ്റെയും മകൾ ലിലിയ പൊന്ന് ഷാജിയും വിശുദ്ധ വിവാഹത്തിൽ സംബന്ധിച്ച് അതിനെ ദൈവത്തിൻ്റെ സഭയുടെ മുമ്പാകെ സാക്ഷ്യപ്പെടുത്തി അതിനായി തമ്മിൽ വാഗ്ദത്തം ചെയ്ത് മോതിരങ്ങളും മിന്നും മന്ത്രകൂടിയും നൽകുകയും സ്വീകരിക്കുകയും ചെയ്തതിനാലും കരസംയോജനത്താലും അത് അറിയിച്ചതുകൊണ്ട് ദൈവനിയോഗപ്രകാരവും സഭയുടെയും ഈ രാജ്യത്തിൻ്റെയും നിയമപ്രകാരവും ഇവർ ഭർത്താവും ഭാര്യയുമായിരിക്കുന്നുവെന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ പ്രസിദ്ധപ്പെടുത്തുന്നു. അതുകൊണ്ട് ദൈവം കൂട്ടിച്ചേർത്തവരെ ആരും വേർപിരിക്കരുത്. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് കാത്തു പരിപാലിക്കട്ടെ.
കർത്താവ് തന്റെ കരുണയോട് കൃപയോടെ നിങ്ങളെ കടാക്ഷിച്ച് പരലോകത്തിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകുവാൻ ഇഹലോകത്തിൽ നിങ്ങൾ തമ്മിൽ അനുകൂലമായി പാർക്കേണ്ടതിന് നിങ്ങളെ സകല ആത്മീയ അനുഗ്രഹങ്ങൾ കൊണ്ടും കൃപ കൊണ്ടും നിറയ്ക്കുമാറാകട്ടെ. നിൽക്കുമ്പോൾ തന്നെ 128-ാം സങ്കീർത്തനം 9-ാം പുറത്തുള്ള സങ്കീർത്തനം ഗായക സഹത്തോട് ചേർന്ന് നമുക്ക് പാടാവുന്നതാണ്. 128-ാം സങ്കീർത്തനം. ജനങ്ങൾക്കിരിക്കാം. ഈ സമയം നവദമ്പതിമാരെ പ്രാർത്ഥനയിൽ ഓർത്തുകൊണ്ട് ഗായക സംഘത്തോട് ചേർന്ന് ഓ പെർഫെക്റ്റ് ലവ് ഓൾ ഹ്യൂമൻ തോട്ട്സ് ട്രാൻസെൻഡിങ് എന്ന പ്രാർത്ഥനാ ഗാനം ചേർന്ന് പാടാവുന്നതാണ്.
പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണക്കാം. ഒരു നിമിഷം മൗനമായി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ബെന്നിനെയും ലിലിയെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അവർ ആരംഭിച്ചിരിക്കുന്ന കുടുംബജീവിതം ക്രിസ്തു സാന്നിധ്യത്താൽ നിറയപ്പെടുവാൻ, അന്ത്യത്തോളം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ, ദൈവത്തിൽ നിന്നുള്ള നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിച്ച് സാക്ഷ്യത്തോടെ മാതൃകയുള്ള കുടുംബജീവിതം നയിക്കുവാൻ ഇവരെ ഒരുക്കണമേ എന്ന് ഒരു നിമിഷം നമുക്ക് മൗനമായി പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിസ്തുതിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങൾ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും ആമേൻ. കർത്താവേ, ഈ ദമ്പതികളെ കടാക്ഷിക്കണമേ. കർത്താവേ, നിന്റെ വിശുദ്ധ സ്ഥലത്ത് നിന്ന് ഇവർക്ക് സഹായം ചെയ്യണമേ. കർത്താവേ, ഇവർക്ക് ബലമുള്ള ഗോപുരമായിരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. തലമുറ തലമുറയായി ഞങ്ങളുടെ മാതാപിതാക്കളുടെ ദൈവമേ, നിന്റെ ദാസരായ ബെന്നിനെയും ലിലിയെയും അനുഗ്രഹിച്ച് നിന്റെ വിശുദ്ധ വചനത്തിൽ ഇവർക്ക് പ്രയോജനമായി ഇവർ പഠിക്കുന്നതെല്ലാം ശരിയായി നിവർത്തിക്കേണ്ടതിന് നിത്യജീവന്റെ വിത്ത് ഇവരുടെ ഹൃദയങ്ങളിൽ വിതയ്ക്കണമേ. ഇവരുടെ കുടുംബജീവിതം ദൈവിക പരിജ്ഞാനത്തിലും ദൈവഭക്തിയാലും നിറയുവാൻ നിന്റെ കൃപ ചൊരിയണമേ. ഇവർ അന്യോന്യം ബലഹീനതയിൽ ശക്തി പകരുന്നവരും ഉത്കണ്ഠയിൽ ആലോചന നൽകുന്നവരും വ്യസനത്തിൽ ആശ്വാസവും സന്തോഷത്തിൽ പങ്കാളിത്തവും നൽകുന്നവരും ആയിരിക്കുവാൻ സഹായിക്കണമേ. ഇവർ ജീവിതത്തിൻ്റെ എല്ലാ നാളുകളിലും നിന്നോടും അന്യോന്യം സ്നേഹത്തിലും സമാധാനത്തിലും വളരുവാൻ ഇവരുടെ മനസ്സുകളെ നിന്റെ ഹിതത്തിലും ഇവരുടെ ആത്മാക്കളെ നിന്റെ ആത്മാവിലും ഒന്നാക്കി തീർക്കണമേ. അന്യോന്യം വേദനപ്പെടുന്ന സാഹചര്യങ്ങളിൽ തെറ്റുകൾ മനസ്സിലാക്കുവാനും ഏറ്റുപറയുവാനും പരസ്പരമുള്ള ക്ഷമയും ദൈവത്തിങ്കൽ നിന്നുള്ള ക്ഷമയും പ്രാപിക്കുവാനും ഇവരെ ശക്തീകരിക്കണമേ. തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമക്കുന്നതിനും തങ്ങളുടെ ഭവനത്തിലെയും സമൂഹത്തിലെയും ഉത്തരവാദിത്തങ്ങൾ ഒരുമിച്ച് നിർവഹിക്കുന്നതിനും ഇവരെ പ്രാപ്തിപ്പെടുത്തണമേ. ജീവപര്യന്തം അന്യോന്യം വിശ്വസ്തരായിരുന്ന ദൈവരാജ്യ സുഹൃത്തുക്കളിൽ സ്ഥിരമായി നിലനിൽക്കേണ്ടതിന് ഇവരുടെ മേൽ നിന്റെ ധാരാളമായ കൃപ ചൊരിയണമെന്ന് കർത്താവായ യേശുക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കരുണയുള്ള കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, മനുഷ്യവർഗം വർദ്ധിക്കുന്നത് നിന്റെ കൃപയുള്ള ദാനം കൊണ്ട് മാത്രമാകുന്നതല്ലോ. ഇവർ ദൈവഭക്തിയിലും സ്നേഹത്തിലും നല്ല മാതൃകയുള്ളവരായി ദീർഘകാലം ഒരുമിച്ച് വസിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. ഇവർ സന്താനഭാഗ്യമുള്ളവരും തങ്ങളുടെ മക്കളെ ക്രിസ്തീയ ഭക്തിയോടും സുഹൃത്തോടും വളർത്തുവാൻ പരിജ്ഞാനമുള്ളവരുമാക്കണമേ. പൈതങ്ങൾ അപ്രകാരം വളർന്ന് നിനക്ക് സ്തുതിയും ബഹുമാനവും കരയേറ്റുന്നവരായിരിക്കുവാൻ നിന്റെ അനുഗ്രഹം കൊണ്ട് സഹായിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോടപേക്ഷിക്കുന്നു. വിവാഹം കൊണ്ടെന്നാക്കിയവരെ വേർപിരിക്കുന്നത് ഒരു നാളും ന്യായമല്ല എന്ന് ഉപദേശിച്ച ദൈവമേ, മശിഹായിക്കും അവൻ്റെ സഭയ്ക്കും തമ്മിലുള്ള ആത്മീക വിവാഹത്തെയും ഒരുമയും സ്പഷ്ടമായി കാണിക്കുന്ന ഇടയാളമായി വിവാഹത്തിൻ്റെ അവസ്ഥയും ശ്രേഷ്ഠതയുള്ള മർമ്മമായി നീ ശുദ്ധീകരിച്ചിരിക്കുന്നുവല്ലോ. ദൈവമേ, മശിഹാദിൻ്റെ മണവാട്ടിയായ സഭയെ സ്നേഹിച്ച് അതിനുവേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ച് അതിനെ തൻ്റെ ശരീരം പോലെ തന്നെ സ്നേഹിച്ച് പരിപാലിക്കുന്നുവല്ലോ. അപ്രകാരം ബെന്നും ലിലിയെയും നിന്റെ വചനപ്രകാരം പരസ്പരം സ്നേഹിക്കുവാനും വിശുദ്ധിയിലും ദൈവഭക്തിയിലും വിശ്വസ്തതയിലും ശാന്തതയിലും സുബുദ്ധിയിലും സമാധാനത്തിലും ഐക്യത്തോടെ വളരുവാനും ഇവരെ കടാക്ഷിക്കണമേ. കർത്താവേ, ഇവർ ഇരുവരെയും അനുഗ്രഹിച്ച് ഇവർ നിന്റെ നിത്യരാജ്യം അനുഭവിക്കുവാൻ
ഞങ്ങളുടെ കർത്താവായ യേശു മശിഹ മൂലം കൃപ ചെയ്യണമേ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായത്തിൽ, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനവരം ഉണ്ടായിട്ടും സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്കൊരു പ്രയോജനവും ഇല്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല. പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നുപോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോഴോ ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. വരനും വധുവും നമുക്ക് ആവശ്യമായ പ്രബോധനം നൽകുന്നത് ഇത്രയും ബഹുമാനവും സ്നേഹമുള്ള സാംജി കെ സാമച്ചനാണ്. അച്ഛനെ അതിന് ക്ഷണിക്കും. തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇത്രയധികം വിവാഹങ്ങൾ നടക്കുന്ന മറ്റൊരു ദിവസമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ മിക്കവാറും എല്ലാ പള്ളികളിലും വിവാഹ ശുശ്രൂഷകൾ നടക്കുമ്പോൾ അവിടെയൊക്കെ കണക്ട് ചെയ്തിരിക്കുന്ന നിങ്ങളിൽ ഇത്രയും പേര് ഈ വിവാഹ ശുശ്രൂഷയ്ക്കായി പള്ളിയിലെത്തിയത് ഇടപ്പട്ടക്കാരും അത് ഭാഗത്തോട് ചുരുങ്ങുന്നതും അതുകൊണ്ടാണ്. എനിക്ക് തന്നെ ഇന്ന് 4 വിവാഹ ശുശ്രൂഷ ഇടങ്ങളിൽ ഏതെങ്കിലുമൊക്കെ സമയങ്ങളിൽ ചെന്നെത്തേണ്ടതായിട്ടുണ്ട്. അതിനിടയിൽ ലിലയുടെയും ബെന്നിൻ്റെയും വിവാഹം ഒഴിവാക്കാൻ ആവുന്നതല്ല എന്നെൻ്റെ ഹൃദയം മന്ത്രിച്ചതുകൊണ്ട് ഇവിടെ വരുമ്പോൾ അഭിവന്യ തോമസ് ശാമൽ തിരുമേനിയുടെയും ബഹുമാനപ്പെട്ട പട്ടക്കാരുടെയും സാന്നിധ്യത്തിൽ എനിക്ക് ഇങ്ങനെയൊരു പ്രത്യേക അവസരം ലഭിച്ചതോർത്ത് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഈ സഭയുടെ ഇടവക വികാരി നെൽസൺ ചാക്കോ അച്ഛനോട് നന്ദി പറയട്ടെ. ബെന്നും ലിലിയായും ബെട്രോത്തിലൂടെ അവരുടെ കുടുംബങ്ങൾ ഈ വിവാഹത്തിൻ്റെ ദിനം ഉറപ്പിച്ച അന്നും ഞാൻ സാക്ഷിയായിരുന്നു. പ്രത്യേകിച്ച് അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ ചില പ്രത്യേക ധാരകളെക്കുറിച്ച് അന്ന് സംസാരിക്കാനുമിടയായി. അതുകൊണ്ട് അവിടേക്കൊന്നും ഞാൻ പ്രവേശിക്കാതെ, ഒരു പുരുഷനും സ്ത്രീയും വിവാഹം കഴിച്ചിരിക്കുന്നു, ദൈവവചനത്തിൻ്റെ ഏറ്റവും വലിയ നിഷ്കർഷ നടപ്പായിരിക്കുന്നു. അപ്പോൾ ആ നിഷ്കർഷയിൽ ഇവർ പുലർത്തേണ്ടതായ, ഇവരോട് ചേർന്നുള്ളവർ നിലനിർത്തേണ്ടതായ നിലപാടുകളെക്കുറിച്ച് നിങ്ങളുടെ കയ്യിൽ ലഭിച്ചിരിക്കുന്ന പുസ്തകം പറയുന്നത് കൊണ്ട് ബെൻ എന്ന ഈ മകന് ലിലിയ എന്ന പൊന്നായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തിരുമേനി
പൊന്നു എന്ന് പോലും അല്ല പറഞ്ഞു, ലിലിയ പൊന്നെന്നവർ. അപ്പോൾ ലിലിയ പൊന്ന് ആയിരിക്കട്ടെ ഈ ബെന്നിൻ്റെ കുടുംബത്തിന് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ബെന്ന് ലിലിയയ്ക്കും ഒരു മകനായിരിക്കട്ടെ. വചനം പറയുന്നത് ശമൂവേൽ പ്രവാചകൻ്റെ അമ്മയായ ഹന്ന ലോകത്തിൽ ആർക്കും ആശ്വസിപ്പിക്കാൻ കഴിയാത്ത ദുഃഖത്തിലൂടെ കടന്നുപോയപ്പോൾ ഭർത്താവ് മകനായിക്കൊണ്ടാണ് അവളുടെ ദുഃഖത്തിന് അറുതി വരുത്തുന്നത്. അപ്പം അങ്ങനെ ഒരു സ്പേസ് കൂടിയുണ്ട്. ഇതുവരെ മാതാപിതാക്കളുടെ മകനായിരുന്നെങ്കിൽ സ്വന്തം ഭാര്യയ്ക്ക് പങ്കാളിയായിരിക്കുന്നതിനോടൊപ്പം ചില സന്ദർഭങ്ങളിൽ ഒരു മകനെ പോലെ പങ്കാളിക്ക് അനുഭവപ്പെടുവാൻ തക്കവണ്ണം തന്നെ വിട്ടുകൊടുക്കുന്ന ഒരു മകനായും ബെൻ തീരട്ടെ എന്ന് പ്രാർത്ഥിക്കണം. പൊന്നിനുള്ളൊരു പ്രത്യേകത എന്നാ വിലയാണ്, നമുക്കൊന്നും അടുക്കാൻ കഴിയാത്ത, ഓരോ ദിവസവും മൂല്യം കൂടിക്കൊണ്ടിരിക്കുന്ന ഒന്ന്. വിളിപ്പേരാണ്, അത് പേരിനോട് ചേർന്ന് വന്നു. പിന്നെ അതോടൊപ്പം തന്നെ പൊന്നിൻ്റെ പ്രത്യേകത, പൊന്ന് ഇത്രയും ആകർഷണീയമാകുന്നത് ഒരു ചെറിയ അളവുണ്ടെങ്കിലും നമുക്ക് വേണ്ട വലിപ്പത്തിൽ അല്ലെങ്കിൽ അതിന് വേണ്ട രൂപത്തിൽ അത് നമ്മളെ സന്തോഷിപ്പിക്കും. എത്ര വേണമെങ്കിലും വലിച്ചു നീട്ടി പരത്തി ഒക്കെ ഉപയോഗിക്കാവുന്ന ഒരു മെറ്റൽ, അതോടൊപ്പം അതിൻ്റെ പ്രഷ്യസ്നെസ്, അതിൻ്റെ അമൂല്യത. അപ്പം ലിലിയ എന്ന വാക്ക് ഒരു നിഷ്കളങ്ക ജീവിതത്തെ കുറിക്കുന്നെങ്കിൽ, ഒരു നിഷ്കളങ്ക ജീവിതം പൊന്നിൻ്റെ ശോഭയുള്ളതെങ്കിൽ അത് ഈ മകനെന്നും ആശ്വാസമുള്ളതായിരിക്കും എന്നാണ് എനിക്ക് ലിലിയെ ഓർപ്പിക്കാനുള്ളത്. 2 വാക്യങ്ങളാണ് ഇന്നത്തെ പുസ്തകത്തിൻ്റെ മുന്നിലും പുറകിലും അടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വായിക്കുന്ന വാക്യം നിങ്ങൾക്കും വായിക്കാം. 1-ാമത്തെ പേജിലുള്ള വാക്യം സങ്കീർത്തനം 33:11. The counsel of the Lord stands forever, the plans of his heart to all generations. യഹോവയുടെ ആലോചന എന്നേക്കും നിലനിൽക്കുന്നു, അവൻ്റെ ഹൃദയവിചാരങ്ങൾ തലമുറയായി ഇരിക്കും. ഈ ലിലിയയ്ക്ക് വിവാഹം അന്വേഷിച്ച ഉണ്ടിയപ്പള്ളിയിലെ എൻ്റെ പ്രിയ ഭവനം ഈ മകനിൽ എന്താണ് അന്വേഷിച്ചത്? ഈ കുടുംബത്തിൽ എന്താണ് അന്വേഷിച്ചത്? ബെന്നിന് ഒരു പങ്കാളിയെ തേടിയ ഈ ഇടവകയുടെ അംഗമായ കുടുംബം ഈ മകളിൽ എന്താണ് അന്വേഷിച്ചത്? അവളുടെ ജോലിയാണോ? അവളുടെ കുടുംബത്തിൻ്റെ സ്റ്റാറ്റസ് ആണോ? അവളുടെ ഫെയർനെസ് ആണോ? എന്താണ് അന്വേഷിച്ചത്? എന്തും നമുക്ക് അന്വേഷിക്കാനുള്ള സ്വാതന്ത്ര്യം ഹൃദയത്തിനുണ്ട്. എന്നാൽ വചനം നമ്മളോട് നിഷ്കർഷയായി പറയുന്നു, നമ്മൾ അന്വേഷിക്കുന്നത് യഹോവയുടെ ആലോചനയ്ക്ക് ഒത്തതും നമ്മുടെ ഹൃദയവിചാരങ്ങൾ ദൈവത്തിൻ്റെ തലമുറയെക്കുറിച്ചുള്ള നിർണയമായ വിചാരങ്ങളോട് ചേർന്നും വരണം. അതുകൊണ്ട് നിങ്ങളെ ഒരു പുനഃപരിശോധനയ്ക്ക് ഹൃദയത്തെ വിധേയമാക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച മകനും നിങ്ങൾ ആഗ്രഹിച്ച മകളും ദൈവവചനത്തിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്കൊത്തതും ഹൃദയവിചാരങ്ങളെ തൂക്കി നോക്കുന്ന ദൈവം നിങ്ങളുടെ ഹൃദയവിചാരങ്ങളെ തൂക്കി നോക്കുമ്പോൾ ക്രിസ്തുവിൽ ജനിപ്പിക്കപ്പെടേണ്ട തലമുറകൾ ഈ ഇടവകയോടും ക്രൈസ്തവ സഭയോടും ബന്ധപ്പെട്ട് തലമുറകളിലേക്ക് നീണ്ടു നിൽക്കുന്ന ഒരൈശ്വര്യത്തെയാണ് നിങ്ങൾ കണ്ടത് എങ്കിൽ ഈ ഹോളി മാട്രിമണിയുടെ മുകളിൽ എഴുതിയിരിക്കുന്ന ഈ വാക്യം അന്വർത്ഥമായി. നിങ്ങൾക്കിങ്ങനെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കാം, കർത്താവേ, എൻ്റെ മകന്, എൻ്റെ മകൾക്ക് ഞാനൊരു പങ്കാളിയെ കണ്ടെത്തിയപ്പോൾ 1-ാമത് സ്ഥാനം കൊടുത്തത് യഹോവയുടെ ആലോചനയ്ക്കാണ്. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ഹൃദയവിചാരങ്ങൾ ഇപ്പോൾ ഈ മകൻ ആ വേദഭാഗം തുറന്നു പിടിച്ച് ലിലിയയും കൂടെ വായിക്കാൻ അവസരം കൊടുത്തു. തിരുമേനി അത് പറഞ്ഞിട്ടാണ് കൊടുത്തത്. ഇത് വാങ്ങിക്കൊണ്ട് പോവുക മാത്രമല്ലാതെ രാവിലെയും വൈകിട്ടും വായിക്കണം. ഇവിടെ തന്നെ ബെന്ന് ആ ഭാഗം തുറന്നു പിടിച്ച്, ചില ബുദ്ധിമാന്മാർ പുരുഷന്മാരുടെ കയ്യിലാണ് ബൈബിൾ കിട്ടുന്നത്, പിന്നെ ഭാര്യയുടെ പെട്ടെന്ന് തന്നെ കൊടുക്കുന്നതിന് മുമ്പ് ഈ ഭാഗം പറയുന്നതുകൊണ്ട് ഈ റോമർക്കെഴുതിയ ലേഖനം എവിടാന്ന് അറിയാൻ മേലാത്തതുകൊണ്ട് അങ്ങ് നല്ലപോലെ അടച്ചങ്ങ് പിടിക്കും. ഇത് എവിടാന്ന് അറിയണ്ടേ, എന്നാലല്ലേ തുറക്കാൻ പറ്റും. പക്ഷെ ബെൻ അത് ഭംഗിയായിട്ട് തുറന്ന് ലിലിയയും കൂടെ ചേർന്ന് വായിച്ചപ്പോൾ നിങ്ങൾക്ക് ദൈവവചനവുമായി ബന്ധപ്പെട്ട് ഒരാഗ്രഹമുണ്ട്, നിങ്ങളത് ലജ്ജിക്കാതെ അത് ഏവരുടെയും മധ്യത്തിൽ പ്രസ്താവിക്കാൻ ഒരുക്കമായിരിക്കുമെന്നുള്ളതിൻ്റെ ആദ്യ മാതൃക നൽകുമ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ നിർത്തിക്കൊണ്ട് പറയട്ടെ, അവൻ്റെ ഹൃദയവിചാരങ്ങൾ നിങ്ങളുടെ തലമുറയിൽ എന്നേക്കും നിലനിൽക്കുവാൻ നിങ്ങളുടെ മാതാപിതാക്കളുടെ ആലോചന യഹോവയുടെ ആലോചനയും നിങ്ങളിപ്പോൾ എക്സാമ്പിളായിട്ട് കാണിച്ച പ്രവൃത്തി നിങ്ങളുടെ ജീവിതാന്ത്യം വരെ തുടരുന്ന ഒരു പ്രവൃത്തിയുമാണെങ്കിൽ നിങ്ങളേറെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം നയിക്കും. രണ്ടാമത് നമുക്ക് ഈ ബുക്കിൻ്റെ പുറകുവശത്തേക്ക് വരാം. ഇതിൻ്റെ പുറകുവശത്ത് ഒരു വാക്യം അച്ചടിച്ചിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 6-ാം വാക്യം. അതിനകത്ത് വലിയൊരു വാണിംഗ് ഉണ്ട്, വലിയൊരു കൽപ്പനയുണ്ട്. ആ മറഞ്ഞു കിടക്കുന്ന കൽപ്പന ഞാൻ വിളിച്ചു പറയുന്നത് ഇനിയും വിവാഹം കഴിക്കാൻ ഉള്ളവർക്കും വേണ്ടിയാണ്. അതുകൊണ്ട് അവർ ഇനി 2 അല്ല
ഒരു ദേഹമത്രേ. ഈ ബെന്നിനെയും ലിലിയെയും മുന്നിൽ നിർത്തിക്കൊണ്ട് അവരോടല്ല പറയുന്നത്, വിവാഹം കഴിക്കാനുള്ള എല്ലാവരോടും പറയുന്നു, വിവാഹത്തിന് മുൻപ് നിങ്ങൾ വേറിട്ട്, അതായത് ഒരു സ്ത്രീക്ക് കൊടുക്കേണ്ട സ്നേഹം, ഒരു പുരുഷന് കൊടുക്കേണ്ട സ്നേഹം, ആ പുരുഷനോടൊപ്പം ജീവിതാന്ത്യം വരെ ആനന്ദിക്കേണ്ട ആ മാനസികാവസ്ഥ, അതിന് വിഘാതം സൃഷ്ടിച്ചുകൊണ്ട് നിങ്ങൾ വിവാഹത്തിന് മുമ്പ് ഏതെങ്കിലും ഒരു പുരുഷനുമായോ സ്ത്രീയായോ നിങ്ങൾ വിവാഹത്തിന് ശേഷം മാത്രം ആർജിക്കേണ്ട ഒരു സ്നേഹബന്ധത്തിൻ്റെ പൂർണ്ണതയെ കണ്ടെത്തിയെങ്കിൽ, ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കണം, വിവാഹബന്ധത്തിന് മുമ്പ് ഒരു പങ്കാളിയെ സംബന്ധിച്ചുള്ള ലഭ്യമാകേണ്ട സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വിവാഹം കഴിക്കാനുള്ള ഏതൊരു സ്ത്രീയോ ഏതൊരു പുരുഷനോ പ്രവേശിച്ചിട്ടുണ്ട്, അവൻ്റെ പഠനകാലയളവ് കൊണ്ടോ ജോലി കാലയളവ് കൊണ്ടോ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൈകുപ്പിക്കൊണ്ട് പറയും, അവൻ അല്ലെങ്കിൽ അവൾ വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കാതിരിക്കട്ടെ. കാരണം അത് വിജയിക്കാനുള്ള സാധ്യത ചുരുക്കമാണ്. കാരണം എപ്പോഴും തനിക്ക് ലഭിച്ച സ്നേഹത്തെ തനിക്ക് ലഭിച്ച പങ്കാളിയുടെ സ്നേഹവുമായിട്ട് തുലനം ചെയ്യുമ്പോൾ, ഞാൻ ഒരു വിവാഹത്തോളം എത്തുന്ന സ്നേഹബന്ധത്തിൽ ഞാൻ കൂടെ കൂട്ടിയവളെ കൂടെ കൂട്ടിയവനെ ജീവിത പങ്കാളിയാക്കിയാൽ മതി എന്നൊരു ചിന്ത വന്നുപോയെങ്കിൽ പിന്നെ നമുക്ക് ലഭിച്ച ജീവിത പങ്കാളി ഒരിക്കലും ശുഭമാവുകയില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് വചനം ഇങ്ങനെ എഴുതുന്നു, അതുകൊണ്ട് അവർ ഇനി രണ്ടല്ല. ഞാനതിങ്ങനെ പറയും, തീർച്ചയായും വിവാഹത്തിന് മുൻപ് നിങ്ങൾ രണ്ടായിരിക്കുന്ന അവസ്ഥ വേണം. ലോകത്തിൽ ഒരു പുരുഷനും മറ്റൊരു സ്ത്രീയുമായിട്ട്, ഇപ്പം പിന്നെ പുരുഷനുമായിട്ടുമായി, ഒരിക്കലും ഇണ അല്ലെങ്കിൽ പങ്കാളി എന്നുള്ള അടുപ്പത്തിലേക്ക് വിവാഹത്തിന് മുമ്പ് പ്രവേശിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഒരു സ്ത്രീയും മറ്റൊരു സ്ത്രീയുമായി, ആധുനിക കാലമാണ്, അല്ലെങ്കിൽ മറ്റൊരു പുരുഷനുമായി ഇങ്ങനെയൊക്കെ പറയേണ്ട സമയമായി. അതുകൊണ്ട് പങ്കാളിക്കൊത്ത വിവാഹബന്ധത്തിനൊത്ത സ്നേഹബന്ധത്തിലേക്ക് പ്രവേശിക്കരുത്. വിവാഹബന്ധം വരെ അവർ രണ്ടായിരിക്കണം. അതായത് യൗവന പ്രായത്തിലുള്ള ഏതൊരു പുരുഷനും ഏതൊരു സ്ത്രീയും ഒരാൾക്ക് സ്പേസ് കൊടുത്തുകൊണ്ട് ഒരിക്കലും സ്നേഹബന്ധത്തിൽ പങ്കാളിക്ക് കൊടുക്കേണ്ട സ്നേഹം ഷെയർ ചെയ്യാത്തവനും ഷെയർ ചെയ്യാത്തവളുമായിരിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ വിവാഹത്തിന് ശേഷം അവർക്കൊരു ദേഹമായി തീരാൻ കഴിയുകയുള്ളൂ. ഒരു ഒഴിഞ്ഞിരിക്കുന്ന കുടത്തിലേക്ക് നമ്മൾ വെള്ളത്തിലേക്ക് താഴ്ത്തുമ്പോൾ ആ കുടത്തിലേക്ക് വെള്ളം ഇരച്ചു കയറും. ഒഴുക്ക് വെള്ളം ആ കുടത്തിലേക്ക് ഇരച്ചു കയറുന്നത് അവിടെ ഒരു സ്പേസ് ഉള്ളത് കൊണ്ടാണ്. വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്ന വ്യക്തിക്ക് സ്നേഹത്തിൻ്റെ ഒരു സ്പേസ് ശേഷിക്കുന്നില്ലെങ്കിൽ അവിടേക്ക് വിവാഹബന്ധത്തിലൂടെയുള്ള സ്നേഹബന്ധത്തിൻ്റെ കുത്തൊഴുക്ക് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് അത് വളരെ കർക്കശമായി വിവാഹം കഴിക്കാനുള്ളവരെല്ലാം ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടതാണ്. അവസാന വാക്യം ഇങ്ങനെയാണ്, ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപിരിക്കരുത്. പല വിവാഹബന്ധങ്ങളും വേർപിരിയുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, ദൈവത്തിൻ്റെ ഇഷ്ടം അങ്ങനെയായി. ദൈവം ഒരിക്കലും, വചനവും പറയുന്നു സാഹചര്യങ്ങളും പറയുന്നു, ദൈവം സഭയിൽ കൂട്ടിയോജിപ്പിക്കപ്പെട്ട ഒരു വിവാഹബന്ധവും വേർപിരിയാൻ കാരണക്കാരനാകുന്നില്ല. മനുഷ്യൻ വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടവരുടെ കുടുംബത്തിൽ ചിലപ്പോൾ പേരൻസ് തന്നെ, ചിലപ്പോൾ സിബ്ലിങ്സ്, ചിലപ്പോൾ അയൽക്കാർ, ചിലപ്പോൾ കൂടെ ജോലി ചെയ്യുന്നവർ, ചിലപ്പം അവർ ഫോണിലോ മറ്റോ കണ്ട തെറ്റിദ്ധാരണയുടെ ഫലമായിട്ട്, എന്തു തന്നെയായിരുന്നാലും വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നവർ വേർപിരിയുവാൻ ദൈവമോ സ്വർഗമോ കാരണമാകുന്നില്ല. അതിന് കാരണക്കാരാകുന്നത് മനുഷ്യർ മാത്രമാണ്. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു തിരുവായി മൊഴിയുന്നു, മനുഷ്യർ ഇവരുടെ സൗഭാഗ്യമുള്ള, ഇവരുടെ കൃപ നിറഞ്ഞ, ഇവർ കെട്ടിപ്പടുക്കുന്ന ജീവിതത്തിൽ അശുഭകരമായി ഇവരോട് ചേർന്ന് നിൽക്കുന്ന ഇമ്മീഡിയറ്റ് കസിൻസോ ഇവരുടെ ഫ്രണ്ട്സോ ഇവരുടെ കൊളീഗ്സോ ആരും ഇടപെടരുത്. നിങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഇടപെടുന്നെങ്കിൽ ബെന്നും പൊന്നുവും അവരുടെ കുടുംബജീവിതത്തെ പൊന്നുപോലെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഉള്ള ഒരു സഹായഹസ്തമായിട്ട് വേണം ഇടപെടുവാൻ. അല്ലാത്തൊരു ചിന്ത പോലുമുള്ളവർ ഇവരുടെ ജീവിതത്തിൽ ഇടപെടരുത്. കാരണം അനേക കുടുംബ ജീവിതങ്ങളിലും അകൽച്ചയുണ്ടാക്കുന്നത് ആ കുഞ്ഞുങ്ങൾ തമ്മിലുണ്ടായ സ്പർദ്ധയല്ല, പിന്നെയോ കുടുംബത്തിലുണ്ടായ ചില വാക്കുവ്യത്യാസങ്ങളും ചില പിണക്കങ്ങളും ഒക്കെയാണ്. അതുകൊണ്ട് ബെന്നിനെയും പൊന്നുവിനെയും യോജിപ്പിക്കുന്ന ദൈവം ഇവരുടെ മരണാവസാനം വരെ ഇവർ ഭാര്യാഭർത്താക്കന്മാരായിരിക്കാൻ ആഗ്രഹിക്കുന്നു. യാതൊരു മനുഷ്യനെങ്കിലും ദൈവം യോജിപ്പിച്ചവരെ വേർതിരിക്കരുത്. അഭിവന്യ തിരുമേനിയുടെ പേരിലും പട്ടക്കാരുടെ പേരിലും എൻ്റെയും കുടുംബത്തിൻ്റെയും പേരിലും ബെന്നിനും ലിലിയ പൊന്നുവിനും അനുഗ്രഹകരമായ ഒരു കുടുംബജീവിതം ആശംസിക്കുന്നു. പുറമേ ഉള്ള ആത്മീയ പ്രദർശനത്തിനല്ല ബെൻ അങ്ങനെയുള്ള ഒരാളാണെന്ന് എനിക്കറിയാം. നിൻ്റെ ഉള്ളിൽ കർത്താവിനോട് അടുത്ത ഒരു വലിയ ലക്ഷ്യം, പൊന്നുവിനെ കൂടെ അത്ഭുതപ്പെടുത്തുന്ന ഒരാത്മീയ യാത്ര ഉള്ളിലുണ്ടായിരിക്കണം. ബെന്നിന് മനസ്സിലായല്ലോ. ബെന്ന് പുറമേ ഒരു ഷോമാൻ അല്ല, എനിക്കറിയാം. ഉള്ളിൽ നീ ക്രിസ്തുവിനുള്ളവനായിരിക്കണമെന്ന് മുഖത്ത് നോക്കി പറഞ്ഞുകൊണ്ട്
ഈ വചന ശുശ്രൂഷ ദൈവനാമത്തിൽ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത പാട്ട് പാടുന്ന അവസരത്തിൽ വരനും വധുവും വിവാഹ രജിസ്റ്ററിൽ ഒപ്പുവയ്ക്കുന്നത്. ഇരുഭാഗത്തുനിന്നും ഓരോ സാക്ഷികളും വന്ന് വിവാഹ രജിസ്റ്ററിൽ ഒപ്പുവയ്ക്കേണ്ടതാണ്. അതിനുശേഷം വരനും വധുവും സ്തോത്രകാഴ്ച അർപ്പിക്കുന്നതാണ്. വരനുള്ള സ്തോത്രകാഴ്ച വധുവിൻ്റെ ഭാഗത്തു നിന്നും, വധുവിനുള്ള സ്തോത്രകാഴ്ച വരൻ്റെ ഭാഗത്തു നിന്നും നൽകേണ്ടതാണ്. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഈ സർവീസ് ഓർഡറിൽ 13-ാം പുറത്തുള്ള മൈ ഷെപ്പേർഡ് എന്നുള്ള കീർത്തനം ഗായക സംഘത്തോട് ചേർന്ന് പാടാവുന്നതാണ്. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച ബെന്നും ലിലിയെയും ഇപ്പോൾ അവരുടെ ആദ്യത്തെ കുടുംബ പ്രാർത്ഥന ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നു. Most gracious God, we give you thanks for your tender love in sending Jesus Christ to come among us, to be born of a human mother, and to make the way of the cross to be the way of life. We thank you for consecrating the union of man and woman in his name. By the power of your Holy Spirit, pour out the abundance of your blessing upon us. Defend us from every enemy. Lead us into all peace. Let our love for each other be a seal upon our hearts, a mantle above our shoulders, and a crown upon our foreheads. Bless us in our work and in our companionship, in our sleeping and walking, in our joys and in sorrows, in our life and in our death. Finally, in your mercy, bring us to that table where your saints feast forever in your heavenly home. Through Jesus Christ our Lord, who with you and the Holy Spirit lives and reigns, one God, forever and ever. Amen. നമുക്ക് തലകളെ വണക്കി പ്രാർത്ഥിക്കാം. സർവശക്തനായ കർത്താവേ, നിത്യദൈവമേ, അങ്ങയുടെ മഹാശക്തിയുള്ള സംരക്ഷണം കൊണ്ട് ഞങ്ങളിവിടെയും എന്നേക്കും ശരീരത്തിലും ആത്മാവിലും
പാലിക്കപ്പെടേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെയും ശരീരങ്ങളെയും അങ്ങയുടെ പ്രമാണങ്ങളുടെ വഴിയിലും അങ്ങയുടെ കൽപ്പനകൾക്ക് ചേർന്ന ക്രിയകളിലും നടത്തി ശുദ്ധീകരിച്ച് ഭരിക്കുവാൻ ഇഷ്ടം തോന്നണമെന്ന് ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥ പിതാവായ ദൈവമേ, സ്നേഹം ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തിയെന്ന് അവിടുത്തെ വിശുദ്ധ അപ്പോസ്തലൻ മുഖാന്തരം ഉപദേശിപ്പിച്ചുവല്ലോ. തമ്മിൽ സ്നേഹിച്ച് തങ്ങളുടെ ജീവിതാവസാനം വരെ നിന്റെ സ്നേഹത്തിൽ നിലനിൽക്കുവാൻ ഇന്ന് വിവാഹിതരായ ബെന്നിൻ്റെ മേലും ലിലിയയുടെ മേലും അവിടുത്തെ കൃപ നൽകണമെന്ന് പിതാവിനോടും പരിശുദ്ധാത്മാവോടും കൂടെ ഏകദൈവമായ കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. നിത്യനായ ദൈവമേ, കുടുംബമെന്ന വ്യവസ്ഥിതി കൽപ്പിച്ചു തന്നിരിക്കുന്നതിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വിവാഹിതരായവരെയും ഈ ദിവ്യ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. മാതാപിതാക്കളും ഭാര്യ ഭർത്താക്കന്മാരും പുത്രീപുത്രന്മാരും പരസ്പര സ്നേഹത്തിൽ വളർന്ന് ധന്യമായ കുടുംബജീവിതം നയിക്കുന്നവരായിരിക്കാൻ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിനാൽ പരസ്പര സ്നേഹത്തെ രൂപാന്തരപ്പെടുത്തി ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് സ്വന്തം ജീവൻ നൽകി ഞങ്ങളെ സ്നേഹിച്ച യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണമേ. ആമേൻ. സമാധാനത്തോടെ ലോകത്തിലേക്ക് പുറപ്പെട്ടു പോകുവിൻ, ധൈര്യപ്പെട്ടിരിക്കുവിൻ, തീയതിനെ വെറുത്ത് നല്ലതിനെ മുറുകെ പിടിക്കുവിൻ, ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കുവിൻ. മനസ്സുറപ്പില്ലാത്തവരെ ശക്തിപ്പെടുത്തുകയും ബലഹീനരെ താങ്ങുകയും ഞെരുക്കമുള്ളവരെ സഹായിക്കുകയും ചെയ്യുവിൻ. എല്ലാവരെയും ബഹുമാനിക്കുവിൻ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ഉല്ലസിച്ചുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുവിൻ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ഉണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ബെന്നിനും ലിലിയയ്ക്കും ഇടവകയുടെ എല്ലാ ആശംസകളും അനുമോദനങ്ങളും നേരുന്നു. ഇപ്പോൾ മംഗളഗാനം പാടുന്നതാണ്. ഈ സോങ് ഷീറ്റിൽ 16-ാം പുറത്തുള്ള "There shall be showers of blessing" എന്നുള്ള കീർത്തനം ഗായക സംഘത്തോട് ചേർന്ന് നമുക്ക് പാടാവുന്നതാണ് എന്ന് ഓർപ്പിക്കുന്നു. ഒരു വാക്ക് നന്ദി കൂടെ പറയട്ടെ. ഈ ശുശ്രൂഷയിൽ മുഖ്യ കാർമ്മികനായിരുന്ന അഭിയന്യ തോമസ് ശമൂവേൽ തിരുമേനി ഇന്ന് ശാരീരികമായി തിരുമേനിക്ക് പനിയൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും തിരുമേനി പെയിനെടുത്ത് കടന്നു വന്നു, ശുശ്രൂഷ ആശീർവദിച്ചു. വന്നു ചേർന്ന എല്ലാവരുടെയും പേരും കുടുംബക്കാർക്ക് വേണ്ടി അഭിയന്യ തിരുമേനിയോടുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായി അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട വന്യരായ അച്ഛന്മാർ ടി.പി. മാത്യു അച്ഛന്, സാം ജി.കെ. സാമച്ചൻ, ഇടവപ്പട്ടക്കാരൻ ജോൺസൺ അലക്സാണ്ടർ അച്ഛൻ, ആൽവിൻ സാമച്ചൻ എന്നിവരുള്ള നന്ദിയും സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച്
ദൂത് നൽകിയ സാംജി കെ സാമച്ചനെ പ്രത്യേകം ഓർക്കുന്നു. ഈ ശുശ്രൂഷയ്ക്ക് മനോഹരമായ ഗാനങ്ങൾ പാടിയ ഗായക സംഘം, കൊയർ മാസ്റ്റർ, ഓർഗനിസ്റ്റ്, എല്ലാ ഗായക സംഘങ്ങളും അവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കപ്പ്യാരന്മാരായ സുരേഷിനോടും ബാബുവിനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കർത്താവ് നിങ്ങളോട് ഇരിക്കട്ടെ. സമാധാനത്തോടെ പോകുവിൻ.